Hello friends, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. appen.com എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്, appen.com. ഇതിനു മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റിലെല്ലാം നിങ്ങളുടേതായിട്ടുള്ളൊരു സർവീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടണം. എന്നാൽ ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉള്ളൊരു വെബ്സൈറ്റാണിത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസും സ്കിൽസും മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കും. ആ ഓപ്ഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇതിൽ ഡാറ്റ എൻട്രി വർക്ക് ഒരുപാട് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ള വർക്ക് സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് വർക്കുകളായിരിക്കും. അതായത് ഇന്റർനെറ്റിൽ നമ്മൾ റിസർച്ച് ചെയ്ത് അതിൻ്റെ ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് മുതലായ വർക്കുകളായിരിക്കും ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ജോബ്സും ഒരുപാട് ഈ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ട്രൈ ചെയ്താൽ മതി. പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഓൺലൈൻ വർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലുള്ള ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സും ഇതിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ജോബ്സ്, അതായത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക മുതലായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു വെബ്സൈറ്റാണ് ഇത്, appen.com. സോ എല്ലാവരും ഈ വെബ്സൈറ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് appen.com എന്നാണ്, appen.com. ഒരുപാട് നാൾ മുമ്പ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത ഒരു വെബ്സൈറ്റാണിത്. സോ അവരെ എൻക്വയറീസ് കൂടിയത് കാരണം ഈ ഇടക്കാലം വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു സർവീസുകളെല്ലാം. സോ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് വെബ്സൈറ്റ്. അതായത് നമുക്ക് ഈ വെബ്സൈറ്റിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ജോബ്സ് ആയിരിക്കും. $5 മാക്സിമം $10 ജോബ്സൊക്കെ ആയിരിക്കും. ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് $40 to $50 വർക്ക് വരെയും ഒരു ദിവസം ലഭിക്കും. ദിവസം നല്ല മണിക്കൂറിനാണ് ഇത് പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂർ ജോബിന് നമുക്കിപ്പോൾ ഏറ്റവും മിനിമം $5 ലഭിക്കും. ചിലപ്പോൾ അതിലും കുറഞ്ഞ സിമ്പിൾ ജോബ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിനും $5, $3 to $5 നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അതും വെറും ഒരു മണിക്കൂറോ അതിൽ താഴെയോ വർക്ക് ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെവൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂറിന് $40 വരെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളൊരു വെബ്സൈറ്റാണ്. വളരെ ലീഗലായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണിത്, appen.com. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ കോൺസെപ്റ്റ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വരുന്നത്, നിങ്ങൾ ആദ്യം ഈ ഒരു ഫൈൻഡ് ഫ്ലെക്സിബിൾ ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കരിയേഴ്സിലേക്ക് കടക്കാൻ സാധിക്കും. ഇതിലവർ 3 സെക്ഷനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ജോബ്സ്, റിസർച്ച് ജോബ്സ് ഇതെല്ലാം വരുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും, റേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതും ഹോം ബേസ്ഡ് ജോബാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പാർട്ട് ടൈം ജോബ്, മൊബൈൽ യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു കാറ്റഗറി വരുന്നത് ലാംഗ്വേജ് ജോബ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ അതല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ്. അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ്, അതായത് ഓഡിയോ കേട്ടിട്ട് അത് ടൈപ്പ് ചെയ്യുന്ന ജോബാണ് ട്രാൻസ്ക്രിപ്ഷൻ. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അതുപോലത്തെ ഒരു ജോബാണിത്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ്സാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്, എഞ്ചിനീയറിംഗ് മാർക്കറ്റിംഗ് ജോബ്സ്. നമുക്കെപ്പോഴും ഈ ഒരു സെക്ഷനിൽ, ഫസ്റ്റ് സെക്ഷനിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി, റേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ അപ്ലൈ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കണം. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോലെ ഫ്രീക്വൻറ്റ് FAQ ഒക്കെ വരുന്ന ഒരു സെക്ഷനാണിത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഓൺലൈൻ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് കാണിച്ചു തരുന്നത്. അതായത് ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്ത് തരണം. കറൻ്റ്ലി നമ്മൾ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ UAEയിലോ അത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു ഇന്ത്യനാണ് പക്ഷേ ഗൾഫിൽ വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്യരുത്. കാരണം പേയ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന ആ ഒരു രാജ്യത്തേക്കായിരിക്കും വരുന്നത്. സോ അത് നിങ്ങൾ വളരെ ക്ലിയറായിട്ട് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ ആവശ്യമുള്ള സംഭവങ്ങൾ ഇതെല്ലാം ബേസിക് സാധനങ്ങളാണ്. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ, അതെല്ലാം ആ ഡീറ്റെയിൽസൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ഇതൊരു മസ്റ്റ് സംഭവമാണ്. അതായത് കൂടുതൽ ക്ലയൻസും ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ
ഇംഗ്ലീഷ് ഒരു മസ്റ്റായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ആദ്യം ഈ appen.com എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി, പിന്നെ ഓരോ സെക്ഷനിലായിട്ടായിരുന്നു നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ എല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പേജിലാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതായത് ഇത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ്, ഇമെയിൽ, അതൊരു ബിസിനസ് ഇമെയിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ്, ദെൻ ടെലിഫോൺ നമ്പർ, എഡ്യൂക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡെന്നോ അല്ലെങ്കിൽ അതായത് നിങ്ങൾ ആരെ റെഫർ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈ അതർ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു CV നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള നിങ്ങളുടെ CV, അതായത് കംപ്ലീറ്റ് സ്കില്ലും നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കുന്ന CV ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫിക്കേഷൻ എന്തെങ്കിലും ചോദിക്കും. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ എന്തെങ്കിലും ചോദിക്കും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് ID പ്രൂഫ് വേണമെങ്കിലും കൊടുക്കാം. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ CVയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സ്കിൽസിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് മെയിൽ ത്രൂ ലഭിക്കുന്നതാണ്. ആദ്യം ചെറിയ വർക്ക് ആയിരിക്കും, അതായത് ഒരു $3 to $5 വരുന്ന വർക്കൊക്കെ ആയിരിക്കും അതിന് ലഭിക്കുന്നത്. വളരെ സിമ്പിൾ ജോബ്സ് ആയിരിക്കും അതെല്ലാം. അതായത് ചിലപ്പോൾ റിസർച്ച് ജോബ് ആയിരിക്കും. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് വന്നിട്ട് അത് നിങ്ങൾ ഇൻ്റർനെറ്റിലൂടെ റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ടെക്സ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്യുക, ഒരു പാരഗ്രാഫ് പോലെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലുള്ള ചെറിയ ജോബ്സ് ആയിരിക്കും. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ റിസർച്ച് ജോബൊക്കെ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ ജോബ്സ് ലഭിക്കാൻ തുടങ്ങും. അതായത് മിനിമം ഒരു $40 മണിക്കൂറിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബുകളായിരിക്കും പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരുപാട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു വെബ്സൈറ്റാണ്. വളരെ ജെന്യൂനിറ്റി ഉള്ളൊരു വെബ്സൈറ്റ് തന്നെയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ജോബിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ അപ്ലൈ ചെയ്യുക. ഇതിലെല്ലാം ജോബ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കമ്പനി ഡയറക്റ്റ് ത്രൂ മെയിൽ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ജോബ് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു പേപ്പാൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടോ വേണം. ഞാൻ ഇതിനു മുമ്പ് പേപ്പാൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. പേപ്പാൽ എപ്പോഴും ഒരു യൂസ്ഫുൾ അക്കൗണ്ടാണ്. 99% ഓൺലൈൻ ജോബ്സും നിങ്ങൾക്ക് പേപ്പാൽ ത്രൂ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഥവാ പേപ്പാൽ ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് ബാങ്ക് ത്രൂ ഇതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു ഡീറ്റെയിൽസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ID പ്രൂഫ് എന്തെങ്കിലും ചോദിക്കും, അത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ടാവും. അതായത് ഇംഗ്ലീഷിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെറിയ 2-3 ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതും കൂടി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വർക്ക് ലഭിക്കുന്നത്. മെയിൽ ത്രൂ ആണ് നിങ്ങൾക്ക് വർക്ക് ലഭിക്കുന്നത്. അതായത് ഓരോ വർക്കിനും ഓരോ മെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന്. നിങ്ങളതിൽ റിപ്ലൈ ചെയ്യുക, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് അതുപോലെ തന്നെ ജെന്യൂനായിട്ട് വർക്ക് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റാണിത്, appen.com. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ ട്രിക്സും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.